അസ്സലാമലൈക്കും. അഫ്സൽ ബാബു ആണ്, അല്ലൂൺ ട്രാവൽസിൽ. പല ആളുകൾക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് കിട്ടിയാൽ തെറ്റില്ല, അല്ലെങ്കിൽ അയൽ സീറ്റ് വഴിയിലെ സീറ്റ് കിട്ടിയാൽ തെറ്റില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിനടുത്ത് സീറ്റ് കിട്ടിയാൽ തെറ്റില്ല എന്നൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ മിക്കവാറും സൈഡ് സീറ്റാണ് ചോദിച്ച് വാങ്ങുക. ഉണ്ടെന്നുണ്ടെങ്കിൽ തരുന്ന ആളുകളാണെങ്കിൽ ചോദിച്ചു നോക്കും ഒരു സൈഡ് സീറ്റ് വേണമെന്നില്ല. അത് ഉറങ്ങാനൊക്കെ അതാണ് സുഖം. അയൽ സീറ്റ് ആകുമ്പോഴും കുഴപ്പമില്ല, സൈഡിലേക്ക് തല ചായ്ച്ച് നമുക്ക് ഉറങ്ങാം. പക്ഷെ എന്നാലും അതും ഒരു ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. സെൻട്രൽ സീറ്റ് വലിയൊരു ബുദ്ധിമുട്ടാണ്. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒന്നും നമുക്ക് ഒന്ന് തല ചായ്ച്ച് കിടക്കാൻ കഴിയില്ല. മറ്റുള്ള ആളുകൾ തോളിലേക്ക് ചിലപ്പോൾ നമ്മളെ തല ചെന്ന് കിടക്കുക. ടോയ്ലറ്റിനടുത്താകുമ്പം ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഇടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിലൊക്കെ ടോയ്ലറ്റിനടുത്താണ് നല്ലത്. ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും പല ആളുകളും ഈ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റും പാസ്പോർട്ടും കൊടുത്ത് ലഗേജും കൊടുത്ത് അവിടെ പഞ്ചപുച്ഛം മടക്കി നടക്കും. ഒരു പേടിയിൽ നിൽക്കുന്നതാണ്. എന്തിനാണ് പേടി എന്നുള്ളത് മനസ്സിലാണ്. പല ആളുകൾക്ക് ഒരു ബേജാറാണ്, ഭയങ്കര ടെൻഷനാണ്. മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ബോർഡിംഗ് പാസിൽ കിട്ടുന്നത് ഭയങ്കര ടെൻഷൻ. പ്രത്യേകിച്ച് 1 കിലോ അധികം ഉണ്ട്, അല്ലെങ്കിൽ ഒരു 3/4 കിലോ അധികം ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. ഈ ആളുകൾ ബേജാറായിട്ട് നിന്നൊന്ന് ചോദിക്കുക പറയുക ഒന്നുമില്ല. എന്തിനാണ് ബേജാറ്? നമ്മുടെ ടിക്കറ്റ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ സീറ്റ് നമുക്ക് ഉറപ്പാണ്. അതിന് ആ ഒരു ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു തരിക എന്നുള്ളത് ആ കൗണ്ടർ സ്റ്റാഫിന്റെ, ആ ഒരു ചെക്ക് ഇൻ സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്. അതവർ ചെയ്ത് തരിക തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മൾ ബേജാറാകുന്നത്? അപ്പൊ നമ്മൾ ജസ്റ്റ് ചോദിക്കാം. പല ആളുകളും ഈ ഒരു ആഗ്രഹം പുറത്ത് പറയാതെ കിട്ടുന്ന ബോർഡിംഗ് പാസ് വാങ്ങിയിട്ട് പോകും. നമ്മൾ അന്നേരത്ത് ജസ്റ്റ് ഒന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ പെയ്ഡ് സീറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ നല്ല ആളുകളാണെങ്കിൽ എന്തായാലും അവർ ചെയ്തു തരും. എനിക്ക് വിൻഡോ സീറ്റ് വേണം, കുറച്ച് ലെഗ് സ്പേസ് ഉള്ള സീറ്റ് ശരിയാക്കി തന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിക്വസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ലവരായിട്ടുള്ള സ്റ്റാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും എന്നിരിക്കുക. എന്തിനാണ് നമ്മൾ പറയാതിരിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാത്തതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കരുത്. സ്പീക്കപ്പ്, നിങ്ങൾ സംസാരിക്കുക, ചോദിക്കുക. പോയാലൊരു വാക്ക് കിട്ടിയാലോ ഈ പറയുന്ന നമ്മുടെ ആഗ്രഹം അനുസരിച്ചുള്ള സീറ്റ് കിട്ടുന്നു. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ ആവശ്യങ്ങൾ കൗണ്ടർ സ്റ്റാഫിനോട് പറയുക, ചോദിച്ചു വാങ്ങുക. കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്ന് കരുതുക. പക്ഷെ നമ്മൾ ചോദിക്കാത്തതിന്റെ പേരിൽ ഈ പറയുന്ന സൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മളിപ്പോൾ ഒരാൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെന്നെങ്കിൽ സെൻട്രൽ സീറ്റോ സൈഡ് സീറ്റോ കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആളുകളൊക്കെ തട്ടി മാറ്റി നമ്മൾ പുറകില് ഈ ടോയ്ലറ്റിൽ പോകാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ടോയ്ലറ്റിനടുത്തുള്ള സീറ്റ് ചോദിച്ചു വാങ്ങുക. അതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊന്ന് ശ്രമിച്ചു. ഞാൻ ഇപ്രാവശ്യം ഈ ഫ്ലൈനാസിന് മിക്കവാറും ഫ്രണ്ടിലെ സീറ്റുകളെല്ലാം പെയ്ഡ് സീറ്റാണല്ലോ. പൈസ കൊടുക്കണം. നമുക്ക് ആ സീറ്റ് അറേഞ്ച് ചെയ്യാൻ, പ്രീ അസൈൻ ചെയ്യണമെന്നില്ല. നമ്മൾ